സഹോദരന്മാരെ, വിഷയം മറ്റൊന്നുമല്ല. നമ്മുടെ സിനിമാ നടനും കേന്ദ്ര സഹമന്ത്രി കൂടിയായ നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഫിലിം ചേംബറിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയതും നമ്മളേവരും കണ്ടതാണ്. ഒരു 22ഓളം സിനിമ എനിക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മുടെ അമിത്ഷായോട് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ തന്നെ വലിച്ചങ്ങൊരു സൈഡിലേക്ക് എറിഞ്ഞു. അവരത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും, ഞാൻ അവിടെ നിന്ന് പോരും. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സംസാരങ്ങളും നമുക്കറിയാം. ഈ ഒരു ടോക്കിൽ തന്നെ കൃത്യമായി ഒരു സഹമന്ത്രിക്കും ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഒരു വലിയ നേതാവെന്ന നിലക്കും കേരളത്തിൽ നിന്ന് ആകെ കിട്ടിയ പാർട്ടിയുടെ ഒരു MP എന്ന നിലക്കും ഇദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പാർട്ടിയോടോ ജനങ്ങളോടോ, ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടോ ഇവിടുത്തെ നാടിനോടോ ഇദ്ദേഹത്തിന് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ല. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഏത് സ്ഥാനത്തിരുന്നു കഴിഞ്ഞാലും അത് നടക്കണമെന്ന കൃത്യമായ ഒരു മെസ്സേജ് ഈ ഒരു വാക്കുകളിലൊക്കെയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പല ടോക്കുകളും ഇത്തരത്തിൽ തന്നെയാണ്. പത്രക്കാർ പലപ്പോഴും പല ചോദ്യങ്ങളും ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിൽ മീഡിയ വൺ എന്താണ് ഈ ചോദ്യം, ഇത്തരത്തിലുള്ള ആ മാധ്യമത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയും പലപ്പോഴും നമുക്കറിയാം. കുറച്ച് മുമ്പാണ് ഒരു മാധ്യമപ്രവർത്തകയെ അപ്പാടെ പിടിക്കുകയും ഒരു സ്ത്രീയെ പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇദ്ദേഹം പല കോപ്രായങ്ങളും ഇവിടെ കാണിച്ചത്. തികച്ചും ഒരു സവർണ ചിന്താഗതിയുള്ള, അതായത് രാജ്യം ഭരിക്കുന്ന ഇത്രയും വലിയ ഒരു പാർട്ടി, BJPയുടെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ ഇദ്ദേഹം പറയുന്നത് കേൾക്കുക എന്നല്ലാതെ, ഈ സഹമന്ത്രി പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇദ്ദേഹത്തോട് ആജ്ഞാപിക്കാൻ ആരുമല്ല എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത്. അമിത്ഷാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ തന്നിട്ടില്ല. അതായത് ഒരു സൈഡിലേക്ക് 22 എണ്ണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് അങ്ങ് എറിഞ്ഞു. ഞാനേതായാലും തുടങ്ങും. ഇത് BJP നേതൃത്വത്തിനും മറ്റുമൊക്കെ ചൊടിപ്പിക്കാൻ ഈ പ്രഭാഷണം ഇടയായി എന്നാണ് ഇന്നത്തെ വാർത്തയിലുള്ളത്. ചൊടിപ്പിക്കാൻ ഇടയായി എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഫിലിം ചേംബറിൻ്റെയൊക്കെ പ്രസംഗത്തിൽ പരസ്യമായി കേന്ദ്രമന്ത്രിയായ പാർട്ടിയുടെ വലിയ നേതാവായ അമിത്ഷായുടെ പേര് കൊണ്ടുവന്നതും പാർട്ടിയെ ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇതിനൊരു അംഗീകാരം കൊടുത്താൽ തന്നെ പാർട്ടിക്കുണ്ടാവാൻ പോകുന്ന ക്ഷീണങ്ങളും അത്തരത്തിലുള്ള ഒരു മന്ത്രിയായ നിലക്ക് ഇദ്ദേഹം ഫിലിം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ വളരെ വലുതാകുമെന്ന് പാർട്ടി ഭയപ്പെടുകയും, ഇദ്ദേഹം അത് മാത്രമല്ല, ഒരു ഗുരുതരമായ ഒരു വിഷയം ഇവിടെ നമുക്കറിയാം. ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്ന ഓരോ വ്യക്തിയും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആളാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനസേവകൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഞാൻ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രതിബദ്ധതയുള്ളവനായിരിക്കുമെന്നും ഒരിക്കലും ഞാനൊരു ഒറ്റുകാരനായിരിക്കില്ലെന്നും ഞാൻ ജനങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ രാഷ്ട്രത്തിൻ്റെ നിയമപരമായ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് നേടിത്തരാനുള്ളതൊക്കെ നേടിക്കൊടുക്കുവാൻ വേണ്ടിയാണ് ഒരാൾ ജനപ്രതിനിധിയാകുന്നത്. അപ്പോൾ ഇദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ഈ ഒരു മനുഷ്യൻ, ഈ നടൻ പറയുകയാണ്, എൻ്റെ മന്ത്രിസ്ഥാനം ഇതിൻ്റെ പേരിലങ്ങ് പോകുകയാണെങ്കിൽ അതങ്ങനെ അങ്ങ് പോട്ടെ, ഞാൻ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന് ഇതിൽ യാതൊരു പ്രതിബദ്ധതയുമില്ല. ഈ മന്ത്രിസ്ഥാനം ഇദ്ദേഹത്തിന് ആവശ്യമില്ല. ഈ MP-യും മന്ത്രിസ്ഥാനവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു എന്ന് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അതൊക്കെ വലിച്ചെറിയാൻ ഇദ്ദേഹം തയ്യാറാവുന്നു എന്ന് തന്നെയല്ല ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇദ്ദേഹം വർഷങ്ങളായി നടനായിരുന്നു. ഇദ്ദേഹത്തിന് ഈ നാട്യം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് നിർത്താൻ കഴിയില്ലെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഇദ്ദേഹത്തിന് സമയമില്ലെങ്കിലും പിന്നെ എന്തിനാണ് ഇദ്ദേഹം ജനങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ട് വോട്ട് നേടി വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയത്? എപ്പോഴും നമ്മൾ അതിന് തയ്യാറായിക്കൊണ്ടാണല്ലോ അതിന് മുന്നിൽ വരിക.
അപ്പൊ ഇദ്ദേഹം ഒരു വലിയൊരു പ്രസ്താവന അങ്ങ് നടത്തുകയാണ്, ഇതിന്റെ പേരിൽ എൻ്റെ മന്ത്രിസ്ഥാനം പോയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന്. ഒരുപക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത ഇദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം, ഇതേ നടപടി അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി, BJP നേതൃത്വത്തിനെ അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒരു രീതി ഇദ്ദേഹത്തിന് തുടർന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഉന്നതതലങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ ഉന്നതതലങ്ങളിൽ നിന്നൊക്കെയുള്ള വാക്കുകളും മറ്റും ഇദ്ദേഹം ശ്രവിക്കാതെ കേൾക്കാതെ ഇത്തരത്തിൽ നടപടി തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം വരെ പോകാനും സാധ്യതയുണ്ടെന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രമിച്ചത്. ഒരുപക്ഷെ ഇദ്ദേഹമൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ കരുതിയത് ഒരു മഹാനടനെന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ജീവിച്ച് നടിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് പല രാജ്യങ്ങളും കറങ്ങുകയും മറ്റുമൊക്കെയുള്ള ഒരു വലിയൊരു ജീവിത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അധികാരമൊക്കെ നമ്മളിലേക്ക് എന്തോ ഒരു മന്ത്രിസ്ഥാനം, അത് തന്നെ സഹമന്ത്രിയാണ്, അതുപോലും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുത്താൽ ഇദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ റോൾ വരെ വഹിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അത്തരത്തിൽ ഉള്ള രീതിയാണ്. കാരണം ഇദ്ദേഹത്തിന് റോളുകൾ കൊടുക്കുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് ആദ്യമായ ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് സഹമന്ത്രിയല്ല, ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ കിട്ടുമെന്നായിരുന്നു ഇവിടെയുള്ള എല്ലാവരും കണക്കാക്കിയത്. പക്ഷെ സഹമന്ത്രി സ്ഥാനമൊക്കെ ആക്കാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയിലുള്ള സ്വഭാവമാണ് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ്. കാരണം അതിനൊരു രേഖ വരച്ചുകൊണ്ടല്ലാതെ, ഒരു നിയന്ത്രണം വെച്ചുകൊണ്ടല്ലാതെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അത്രയേ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പോ ഈ സഹമന്ത്രി സ്ഥാനം തന്നെ കിട്ടിയിട്ട് യാതൊരുവിധ ജനങ്ങൾക്കിടയിൽ എങ്ങനെ പെരുമാറണമെന്നറിയാതെ, ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ, പത്രമാധ്യമങ്ങളോട് എങ്ങനെ ഇടപെടണമെന്നറിയാതെ, നമുക്കറിയാം വലിയ രാഷ്ട്രീയക്കാരൊക്കെ പല വലിയ വലിയ തെറ്റുകളിലൊക്കെ പലപ്പോഴും ചെന്ന് ചാടിയിട്ട് അതിനുശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വന്നിട്ട് അതൊന്നും ആരെയും അറിയിക്കാതെ അതിനൊക്കെ വളരെ മാന്യമായി പ്രതികരിച്ചുകൊണ്ട് എസ്കേപ്പ് ആവുന്ന ഒരു രീതിയാണ് ഉണ്ടാവാറുള്ളതെങ്കിലും ഇദ്ദേഹത്തിന് പലപ്പോഴും എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നല്ല, ഇദ്ദേഹം ചെയ്യാത്ത തെറ്റ് പോലും പലപ്പോഴും മാധ്യമങ്ങൾക്കിടയിൽ വന്ന് അവിടെ നിന്ന് തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള സംസാരങ്ങളും, എന്താരോട് പറയണമെന്നറിയില്ല, എങ്ങനെ ഇവിടെ പ്രവർത്തിക്കണമെന്നറിയില്ല, തികച്ചും ഒരു ഉത്തരവാദിത്തമില്ലായ്മ. ഒരു നടൻ എന്നതിൽ കഴിഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരനാവാൻ, ഒരു MP ആവാൻ, ഒരു കേന്ദ്രമന്ത്രി ആവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ഗോപി സാറെന്ന് വളരെ ബഹുമാനത്തോടെയും വിനയത്തോടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സവർണ ചിന്ത, ഒരു വലിയ മേലാളൻ എന്ന ചിന്ത പലപ്പോഴും നിങ്ങൾ ഏവരും കണ്ടതാണ്. എന്താണ് ഇത്തരത്തിലൊരു ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്ന് ഇത്തരത്തിലുള്ള രീതിയിൽ ഇദ്ദേഹം പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോകാനുള്ള സാധ്യതയും കാണുന്നു. ഇദ്ദേഹത്തിനോട് നമുക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് ആകെ ഒരു സഹമന്ത്രി വിജയിച്ചു പോയിട്ട് ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടിയതാണെങ്കിൽ അത് നിലനിർത്തുകയും കേരളത്തിന് വേണ്ടിയ ആവശ്യങ്ങൾ നോക്കിക്കൊണ്ട് പരിഗണിച്ച് അത് നടത്തി കൊടുക്കുവാനൊക്കെ ശ്രമിക്കുകയല്ലാതെ ഇങ്ങനെ എനിക്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു 6 ക്യാബിനറ്റ് മന്ത്രിമാരെ എൻ്റെ ചൊൽപ്പടിക്ക് വേണമെന്നൊക്കെയുള്ള വെറും അനാവശ്യപരമായ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് തികച്ചു ഒളിച്ചോടുന്ന രീതിയിൽ ആരെയൊക്കെയോ കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു ഷോ വാക്ക് പറയുന്നതിന് പകരം ഇതൊരു സിനിമയല്ലെന്ന് മനസ്സിലാക്കുകയും ഇത് റിയൽ ലൈഫാണെന്ന് മനസ്സിലാക്കുകയും നാടിന് വേണ്ടി കഴിയാവുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന്, പലപ്പോഴും നമുക്കറിയാം കേരള സർക്കാരിനൊക്കെ ലഭിക്കേണ്ട തുക തന്നെ കേന്ദ്ര വിഹിതം കൊടുക്കാതെ മുടക്കി വെച്ചുകൊണ്ടൊക്കെ കേരളത്തെ പിരിമുറുക്കത്തിലാഴ്ത്തുന്ന ഒരു രീതിയാണ് കേന്ദ്രത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ നേരിടുന്നതെങ്കിൽ ഇത്തരത്തിലൊരു സഹമന്ത്രിയൊക്കെ അങ്ങ് പോയാൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലായ്മ ഇനിയെങ്കിലും നിർത്തിവെക്കണമെന്ന് സുരേഷ് ഗോപിയോട് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.